ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്കായി കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായി ആദ്യം കറിക്ക് ആവശ്യമായ സവാള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, തക്കാളി എന്നിവ അരിഞ്ഞ് മാറ്റിവെക്കുക. ഒരു ദിവസം കുതിർത്ത് വെച്ചിരുന്ന കടല ഞാനിവിടെ ഓൾറെഡി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്കൊരു കുക്കർ എടുത്ത് അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന കടല ആഡ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ഒപ്പം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില എന്നിവ ആഡ് ചെയ്യുക. കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, അല്പം കുരുമുളക്, പെരുംജീരകം എന്നിവ കൂടി ചേർത്ത് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം ആവശ്യമായ വെള്ളം ആഡ് ചെയ്ത് കുക്കർ സ്റ്റൗവിലേക്ക് മാറ്റാം. കുക്കർ ഒരു 4 വിസിലടിക്കും വരെ വെയിറ്റ് ചെയ്യാം. ഒരു ദിവസം കടല വെള്ളത്തിൽ ഇട്ട് വെച്ചതിനാൽ 4 വിസിൽ മതിയാകും. കുക്കറിൻ്റെ ആവി പോയതിന് ശേഷം ലിഡ് മാറ്റി ചെറിയ ചൂടിൽ കടല ഒന്നുകൂടി ഇളക്കി കുറുക്കിയെടുക്കാം. കറിക്ക് അല്പം കൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടി 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ 1/2 ടീസ്പൂൺ മീറ്റ് മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കടല കുറുകാൻ കുറച്ച് കടല വേണമെങ്കിൽ ഉടച്ചു കൊടുക്കാം. അതുമല്ലെങ്കിൽ കടല കറിയിൽ നിന്നെടുത്ത് അരച്ച് നല്ലപോലെ പൾപ്പ് രൂപത്തിലാക്കി വീണ്ടും കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കറി ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്ത് അടച്ചു വയ്ക്കാം. അങ്ങനെ നമ്മുടെ ചനാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ കൂടി ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും സന്ധിക്കും വരെ വണക്കം.